പെരുമ്പാവൂർ സ്വദേശിനി അസ്മ അന്ധവിശ്വാസം പകർന്ന ക്രൂരതയുടെ ഇര. 35-കാരി അസ്മയുടെ 5ാമത്തെ പ്രസവമായിരുന്നു. അതും യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ വെച്ച്. ആദ്യ 2 പ്രസവങ്ങൾ ആശുപത്രിയിൽ പ്രസവിച്ചത് തന്നെ യൂട്യൂബിലെ മടവൂർ കാഫില എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രവാദി കൂടിയായ ഭർത്താവ് സിറാജുദ്ദീന്റെ അർദ്ധസമ്മതത്തിൽ. തുടർന്നുള്ള 2 പ്രസവങ്ങളും വീട്ടിൽ സിറാജുദ്ദീന്റെ മേൽനോട്ടത്തിൽ. 5ാമത്തെ പ്രസവത്തെ തുടർന്ന് സ്വന്തം ഭാര്യ രക്തം വാർന്ന അവശയായപ്പോഴും ശ്വാസം മുട്ടിയപ്പോഴും ആശുപത്രിയിൽ എത്തിക്കാൻ സിറാജുദ്ദീന്റെ അന്ധവിശ്വാസം സമ്മതിച്ചില്ല. ജനിച്ചു വീണ കുഞ്ഞിന് പോലും മതിയായ ചികിത്സ കൊടുക്കാതെ തന്റെ ഭാര്യയോടും പിറന്നു വീണ കുഞ്ഞിനോടും ഇത്രയും ക്രൂരനാകുവാൻ മാത്രം സിറാജുദ്ദീന് ധൈര്യം നൽകിയത് അജ്ഞതയും ശാസ്ത്രാവബോധമില്ലായ്മയുമാണെന്നതിൽ തർക്കമില്ല. ആശുപത്രി പ്രസവങ്ങളുടെ ഗുണം ഇത്രയേറെ വ്യക്തമായി അറിയാവുന്ന ഇക്കാലത്തും വീട്ടിൽ സ്വാഭാവിക പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങൾ ലോകമെമ്പാടുമുണ്ട്. ഇവർ കുട്ടികൾക്ക് പ്രതിരോധ വാക്സിനുകൾ നൽകുന്നതിനും കോവിഡ് വാക്സിനേഷനും ഒക്കെ എതിരാണ്. സ്വാഭാവികത്തിന്റെ അൾത്താരയിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ബലി കൊടുക്കുന്നതിൽ ഇത്തരക്കാർക്ക് ഒരു മടിയുമില്ല. പ്രസവമെടുക്കാൻ വൈദഗ്ധ്യമുള്ളവരും ആവശ്യമെങ്കിൽ സർജറി ചെയ്യാനുള്ള സൗകര്യവുമുള്ള ആശുപത്രിയുമൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്കും പ്രാപ്യമായി വന്നതോടെ മാതൃമരണ നിരക്ക് നന്നായി കുറഞ്ഞു. കേരളത്തിലെ മാതൃമരണ അനുപാതം 1,19,000. ഇന്ത്യയിൽ ഇത് 97. ലോകത്തിലെ പല വികസിത രാജ്യങ്ങൾക്കുമൊപ്പം കേരളം കുറഞ്ഞ മാതൃമരണ നിരക്കിൽ നേട്ടം കൈവരിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇക്കാലത്തും പലയിടത്തും വീട്ടിൽ പ്രസവം നടക്കുന്നു എന്നത് ഒരു ദുഃഖസത്യമാണ്. കേരളത്തിൽ അടുത്തിടെയായി ഇത്തരം പിന്തിരിപ്പൻ കൂട്ടായ്മകൾ അങ്ങിങ്ങായി പൊന്തിവരുന്നുമുണ്ട്. ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നത് പ്രകൃതി ചികിത്സകരും ചില അശാസ്ത്രീയ ചികിത്സകരും മതമൗലികവാദികളും. പലപ്പോഴും അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോഴാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ മിക്കവരും ആലോചിക്കുന്നത് പോലും. ചിലയിടങ്ങളിൽ അത് നടക്കുന്നില്ല. ഇത് അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലെത്തിക്കും. വിദേശ രാജ്യങ്ങളിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് വീടുകളിൽ പ്രസവം നടത്തുന്നത്. അതിന് മാസങ്ങളുടെ തയ്യാറെടുപ്പും ഉണ്ടാകും. പ്രസവ സമയത്തെ സങ്കീർണതകളെ നേരിടാൻ സംവിധാനം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രസവം നീണ്ടുപോയാൽ കുഞ്ഞിന്റെ തലയിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് വന്ന് ബുദ്ധിമാന്യം പോലും സംഭവിക്കാം. പ്രസവത്തിനു മുൻപും ശേഷവുമുള്ള പരിചരണം, കുഞ്ഞിന് കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്, പോഷകാഹാരം എന്നിവയും ഉറപ്പാക്കേണ്ടതുണ്ട്. വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീക്ക് ഇത്തരം ശുശ്രൂഷകൾ കിട്ടില്ലെന്ന് ഉറപ്പാണ്. പണ്ട് വീട്ടിൽ തന്നെ 10 പെറ്റ അമ്മമാർ പയറുമണി പോലെ ഓടി നടന്നല്ലോ എന്നൊക്കെ ചോദിച്ച് വികലവാദങ്ങളുമായി പലരും വരാം. അന്നു പിറന്നു വീണ എത്ര കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ജീവിച്ചു എന്നതിന് ഇവർക്ക് ഉത്തരമുണ്ടാകില്ല. 2019 മുതൽ 2024 വരെ ഇത്തരത്തിൽ 2000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 9 മാസത്തിൽ മലപ്പുറം ജില്ലയിൽ 4 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. അജ്ഞതയും ശാസ്ത്രാവബോധമില്ലായ്മയുമാണ് ചിലരെയെങ്കിലും വീട്ടിൽ പ്രസവം എന്ന അനാരോഗ്യ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. സാക്ഷര കേരളത്തിന് ഈ പിന്തിരിപ്പൻ ചിന്താഗതികളെയും ചെറുത്തു തോൽപ്പിച്ചേ മതിയാവൂ.